ക്രിസ്തു ആദ്യജാതൻ, നമ്മൾ ക്രിസ്തുവിൻ്റെ സഹോദരന്മാർ. ക്രൈസ്റ്റ് ഈസ് ദ ഫസ്റ്റ് ബോൺ ആൻഡ് വി ആർ ഹിസ് ബ്രദേഴ്സ്. റോമർക്കെഴുതിയ ലേഖനം 8:29-30 വാക്യങ്ങളാണ് എടുക്കുന്നത്. ആദ്യജാതൻ ഈ പഴയ നിയമങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ 3 പെരുന്നാളുകൾ പ്രധാനപ്പെട്ടതായിട്ട് യഹൂദന്മാർക്കുണ്ട്. അത് 3 വളരെ പ്രധാനമായിട്ട് കൂടാരപ്പെരുന്നാൾ, പിന്നെ പെന്തക്കോസ്ത്, അതുപോലെ തന്നെ ആദിഫലം. ഈ 3 യഹൂദൻ്റെ ഇടയ്ക്കുള്ള പെരുന്നാൾ: കൂടാരപ്പെരുന്നാൾ, പെന്തക്കോസ്ത്, പെസഹ. ഈ 3 പെരുന്നാളും, കൂടാരപ്പെരുന്നാളെന്ന് പറഞ്ഞാൽ കൂടാരവാസത്തിൽ, അതായത് ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് വരുന്നപ്പോൾ കൂടാരവാസികളായിട്ട് മരുഭൂമിയിൽ ജീവിച്ചതിൻ്റെ ആണെന്ന് ചിലർ പറയുന്നുണ്ട്. പിന്നെ മറുരൂപമലയിൽ ക്രിസ്തു വന്നു കഴിഞ്ഞിട്ട് ദാറ്റ് ഓൾസോ റിഫ്ലെക്ട്സ്. പക്ഷേ യഹൂദൻ ആചരിക്കുന്നത്, യഹൂദൻ ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് മോശ കൊണ്ടുവന്ന സമയത്തെക്കുറിച്ചാണ്. അവരത് ഓർക്കാൻ വേണ്ടി കൂടാരപ്പെരുന്നാൾ ആചരിക്കാറുണ്ട്. അപ്പോൾ കൂടാരപ്പെരുന്നാൾ ഒന്നാമത്തെ. രണ്ടാമത്തെ പെസഹ എന്താണെന്ന് ചോദിച്ചാൽ, അതും ഇസ്രായേൽ മിസ്രൈമിൽ കൊണ്ടുവരാൻ വേണ്ടി ദൈവം തമ്പുരാൻ തന്നെ അനുസരിച്ച് മോശെ കൊണ്ട് പറയിപ്പിച്ചു, ഓരോ കുടുംബത്തിനും ഓരോ കുഞ്ഞാടിനെ അറക്കണം. എത്ര പേരുണ്ട് ആ വീടിന്? എന്നിട്ട് ആ കുഞ്ഞാടിൻ്റെ രക്തം വീടിൻ്റെ കട്ടിലപ്പടിയിലും ഉമ്മരപ്പടിയിലും വെച്ച് കഴിയുമ്പോൾ, ചിഹ്നമിട്ട് കഴിയുമ്പോൾ, സംഹാരദൂതൻ കടന്നു വരുമ്പോൾ ഈ ഭവനങ്ങളിൽ കയറത്തില്ല. അതൊരു ചിഹ്നമിടുന്നതിൻ്റെ ശക്തി കണ്ടോ? നമ്മൾ ചിഹ്നമിടുകയാണ്. നമുക്ക് ചുറ്റും ചിഹ്നമിട്ട് വെക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെ, മക്കളുടെ മേലെ, ഭർത്താക്കന്മാരുടെ മേലെ, നമ്മുടെ പ്രവൃത്തിയും മണ്ഡലങ്ങളും ചിഹ്നമിടുകയാണ് യേശുവിൻ്റെ രക്തത്താൽ. ആ ചിഹ്നമിട്ടെടുത്ത് സംഹാരദൂതൻ കയറാനൊക്കത്തില്ല. ഉറപ്പ്. മൂന്നാമത്തേതാണ് പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ആദിഫലമാണ്. യഹൂദൻ അവൻ്റെ കൃഷി എടുത്തു കഴിയുമ്പോൾ ആദി കറ്റ അതിൻ്റെ നല്ല ഒരു ഭാഗമായി എടുത്തുകൊണ്ട് ആലയത്തിൽ കൊണ്ട് കൊടുക്കും. അത് എന്നിട്ട് അവരത് വീശും. അപ്പോൾ വീശുമ്പോൾ അവരുടെ വിചാരം, ഇത് ദൈവത്തിന് കൊടുക്കുമ്പോൾ ബാക്കിയുള്ളതെല്ലാ കറ്റകളും വയലിലുള്ളത് അനുഗ്രഹിക്കപ്പെട്ടതായി മാറി. ദേ ഹാവ് ഗോട്ട്, അതായത് ആദ്യജാതനെ ദൈവത്തിന് കൊടുക്കുക എന്നുള്ള അർത്ഥം കൂടി ഇതിനകത്തുണ്ട്. അപ്പം ഈ ആദ്യജാതനാകുന്ന പെന്തക്കോസ്തിനകത്ത് നമ്മൾ ഈ ആദ്യജാതൻ അല്ലെ ആദ്യഫലത്തിന് പ്രത്യേകതയുണ്ട്. യഹൂദന് ഒരപ്പന് മക്കളുണ്ടാകുന്നതിൽ ആദ്യജാതനായ മകന് 2/3 അവകാശം കിട്ടുന്നുണ്ട്. ഇളയവന് 1/3 കിട്ടുന്നുള്ളൂ. നമ്മൾ ആദ്യപുത്രൻ്റെ അവകാശം യഹൂദ സിസ്റ്റത്തിൽ വളരെ സ്ട്രോങ് ആണ്. ആ ഒരു കൾച്ചറിൽ വെച്ച് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനകത്ത് അത് പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പിതാപുത്ര പരിശുദ്ധാത്മ ഒന്നിച്ചു നിന്നതിനാൽ ആദിജാതൻ യേശുക്രിസ്തു തന്നെയാണ്. പക്ഷേ ഈ ആദിജാതൻ മനുഷ്യനായിട്ട് വന്നിട്ട് നമ്മുടെ പാപത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞ് അവൻ ക്രൂശുമരണം ഏറ്റെടുത്ത് രണ്ടാമത് ഉയർത്ത് കഴിഞ്ഞപ്പോഴാണ് നേരത്തെ മരിച്ചവർ പോലും പൊങ്ങി വന്നത്. കുറേ മരിച്ചവരന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് പറയുന്നു. അവരതിലെല്ലാം നടന്നെന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ആദിജാതൻ എഴുന്നേൽക്കുന്നിടം വരെ ഇവർക്കും എഴുന്നേൽക്കാനൊക്കൂല. അപ്പോൾ ആദിജാതനാകുന്ന ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. ആ വചനം അപ്പം വളരെ പ്രധാനപ്പെട്ടാണ്. റോമർക്കെഴുതിയ ലേഖനം 8:29-30. അവൻ മുന്നറിഞ്ഞവരെ, നേരത്തെ അറിഞ്ഞവരെയാണ്, മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ദിസ് ഈസ് കോൾഡ് പ്രീഡിസ്റ്റൈൻഡ് എന്ന് പറയുമ്പം, മുൻ നിയമനം എന്നൊക്കെ പറയുമ്പം നമുക്ക് ചെറുപ്പത്തിലൊക്കെ അങ്ങോട്ട് സ്വീകരിക്കാൻ പാടാണ്. പക്ഷെ സ്വർഗമൊക്കെ ക്ലിയറായിട്ട് കണക്ക് കൂട്ടി കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പം നമുക്ക് കമ്പ്യൂട്ടറിലുകൊണ്ട് നമ്മളതിൽ കമ്പ്യൂട്ടറിനകത്ത് ഒന്ന് പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം മാറ്റിയൊന്നും ചെയ്യുന്നില്ല. അതിലും എത്രയോ പ്രിസിഷനായിട്ട് സ്വർഗം നിയോഗിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭൂമിയിൽ ചെയ്യാനൊക്കുമെങ്കിൽ പിന്നെ സ്വർഗത്തിൽ ചെയ്യാൻ. അപ്പം നമ്മളോട് പറയുന്നത് മുന്നറിഞ്ഞവരാണ് നമ്മൾ, ചുമ്മാതുള്ളവരല്ല നമ്മൾ. മുന്നറിഞ്ഞവരാണെന്ന് എനിക്കറിയണം. എന്നെ ദൈവം മുന്നറിഞ്ഞ വ്യക്തിയാണ്. എന്നിൽ എന്തൊക്കെ ബലഹീനതയുണ്ടെങ്കിലും എന്നെ ദൈവം അറിഞ്ഞു. എൻ്റെ മക്കളെ അറിഞ്ഞു, എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ ഭർത്താവിനെ അറിഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്ന കൂട്ടരെ അറിഞ്ഞിരിക്കുന്നു. അവർ ദൈവത്താൽ മുന്നറിഞ്ഞവരാണ്. ദൈവം അറിഞ്ഞവരെന്ന് പറയും. ഇപ്പോൾ ഒരു കൂട്ടത്തിൽ ഒരു 100 പേര് നിൽക്കുമ്പം ഒരാളെ അറിയാവുന്ന മുഖം കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമല്ലേ. ആരാ അറിയുന്നതെന്ന് പറയാം? ദൈവം എന്നെ അറിഞ്ഞിരിക്കുന്നു. മുന്നറിഞ്ഞവരെ
തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തോട് ചേർന്ന് വരാൻ നിയമിച്ചത് പുത്രനാണ്. അപ്പോൾ പുത്രനെ കണ്ടെങ്കിൽ പുത്രൻ പിന്നെ റോൾ മോഡലായി മാറി. വേറെ ഒരു റോൾ മോഡൽ ഇല്ല, വേറെ ഒരു റോൾ മോഡൽ വെക്കാനൊക്കത്തില്ല. എൻ്റെ മകൻ, എനിക്കൊരു മകനും ഒരു മോള്, എൻ്റെ മകന് പകരം അവൻ്റെ എത്ര കൂട്ടുകാർ വന്നാലും ഞാൻ ഹായ് പറഞ്ഞ് സ്നേഹിക്കും, ഒക്കെ ശരിയാണ്. പക്ഷെ എൻ്റെ മകനല്ല അവർ. ദർ ഇസ് എ സംഹൗ ദർ ഇസ് എ ഡിഫറൻസ്. സെയിം തിങ് വിത്ത് ഫാദർ ഗോഡ്. നമ്മളെല്ലാം പുത്രത്വം ലഭിക്കാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അകത്തു വരണം. പുറത്ത് നിൽക്കുന്നവർക്ക് ഇത് കിട്ടത്തില്ല. അവിടെ ഇവിടെ നമ്മൾ അന്വേഷിച്ച് സമയം കളയരുത്. വ്യക്തമായിട്ടല്ലേ വചനം എഴുതിയിരിക്കുന്നത്. ഈ കൂടുതൽ എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് എഴുതുന്നത് പൗലോസ്? മുൻനിയമിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ മുൻ നിയമിച്ചവരെ വിളിച്ചും, കണ്ടോ, നേരത്തെ പറഞ്ഞവരെയാണ് വിളിച്ചത്, വിളിച്ചവരെ നീതീകരിച്ചും, ന്യായം കൊടുത്തവരെ, അതായത് രക്തം കൊടുത്തിട്ട് മറുവില കൊടുത്തിട്ട് ന്യായീകരിച്ച് എന്നെ എടുത്തിരിക്കുകയാണ്. നീതീകരിച്ചിട്ടും നീതീകരിക്കുന്നവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഞാൻ ഗ്ലോറിഫിക്കേഷനാണ് അവിടെ. ആൻഡ് ഗ്ലോറിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഇതൊക്കെ വിശദീകരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലോറിഫൈ, ദൈവത്തെ പോലെ ആക്കുക എന്നൊക്കെ പറയുന്ന എന്നാ പദവികളല്ലേ. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? എനിക്ക് ദൈവം അനുകൂലമാണ്. ഇനി ആരും എനിക്ക് പ്രതികൂലം നിൽക്കാൻ ഒക്കത്തില്ല. ദൈവം എൻ്റെ കുടുംബത്തിന് അനുകൂലം. അതിനാൽ ശത്രു തോറ്റിരിക്കുന്നു. കുറഞ്ഞെന്ന് കഴിയുമ്പോൾ ഞാൻ അവനെ നോക്കി അവനെ കാണുന്നില്ല. പ്രാദേശികമായ പച്ച വൃക്ഷം പോലെ അവൻ കിളുത്തിരുന്നു. പക്ഷേ ഞാൻ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനെ അന്വേഷിച്ചു, അവനും അവിടെ ഇല്ലായിരുന്നു. വ്യക്തമായിട്ട് വചനം 34-ാം സങ്കീർത്തനാണെന്നോ അതോ 37, യു ക്യാൻ ചെക്ക് ഇറ്റ്, എന്തേലും ആട്ടെ. അത് നമ്മളോട് പറയുന്നത് സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടു കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അവനെ യാഗവസ്തുവായിട്ട് ക്രൂശിൽ കയറ്റിയ പിതാവ് അവൻ്റെ രക്തം കൊണ്ട് നമ്മളെ മറുവിലയായിട്ട് വാങ്ങിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചോദിക്കുന്നത് എന്താണെങ്കിലും അപ്പച്ചൻ ചെയ്യാതിരിക്കുമോ എന്നല്ലേ ചോദ്യം. ഈ സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് പറയാൻ നാവുകൾക്ക് ശക്തിയില്ല, ബുദ്ധിയില്ല. നമ്മൾ ഈ ദൈവസ്നേഹത്തെക്കുറിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ റോമർ 8 അവസാന ഭാഗം ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. ആ സ്നേഹത്തിൻ്റെ ആ ഘനമേറിയ ശക്തിയിലേക്ക് നമ്മൾ കയറുകയാണ്. പിന്നെ വായിച്ചു നോക്കുമ്പം, ഇതൊക്കെ നമ്മൾ ഇരിക്കുമ്പം വായിച്ചു നോക്കണം. എൻ്റെ ഈ വചനം കേൾക്കുന്നെങ്കിലും പരിശുദ്ധാത്മാവ് പറയുന്നതാണ് ഞാൻ എടുക്കുന്നത്. ദൈവം എനിക്ക് അനുകൂലമാണ്, പിന്നെ ആരെനിക്ക് പ്രതികൂലമാണ്? ഞാൻ എന്നെ ദൈവമാണ് തിരഞ്ഞെടുത്തെങ്കിൽ നിനക്കെങ്ങനെ എന്നെ കുറ്റം പറയാൻ അവകാശമുണ്ട് ചോദിക്കുന്നതാണ്. പിന്നെ പറയുന്നത് ക്രിസ്തുവിൻ്റെ, റോമർ ലേഖനം 8 ഏകദേശം 35 തൊട്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നിനും ഒക്കത്തില്ല. പിന്നെയും പറയുന്നുണ്ട്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണമായി ജയം പ്രാപിക്കുന്നു. പൂർണ്ണ ജയം പ്രാപിച്ച മക്കളാണ്. ആളെയല്ല ഞാൻ ജയിച്ചിരിക്കുന്നു. കാണുന്നുണ്ടോ ജയത്തിൻ്റെ കൊടി അങ്ങോട്ട് പൊങ്ങി വയ്ക്കുന്നത്? കർത്താവ് ഉയർത്തിയാൽ പിന്നെ അതേലാരെങ്കിലും തൊടുവോ? തൊട്ട് നോക്കാം, അന്നേരം അറിയാം. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒരു ദുഷ്ടപിശാചിനോ തൊടാനൊക്കത്തില്ല. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റൊരു യാതൊരു ശക്തിക്കോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഉറപ്പുണ്ടോ? ദൈവസ്നേഹത്തിൻ്റെ ഉറപ്പ് അതാണ് നമ്മളോട് ദൈവം പറയുന്നത്. ക്രിസ്തു ആദ്യജാതനായിട്ട്, അതുകൊണ്ടാണ് ആദ്യജാതത്തിൻ്റെ നമ്മൾ ഈ ആദ്യ വിളവെടുത്ത് കൊടുക്കുന്നത് മർമ്മം ഇതാണ്. പിതാവ് ദൈവത്തിൻ്റെ സ്വന്തം പുത്രനെ ആദ്യജാതനായി തന്ന് ആദ്യ പുത്രന്മാരെ നിൻ്റെ സന്തതികളെ ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഈ സങ്കീർത്തനം 29 പറഞ്ഞ് നീ കൊടുക്കുക നിൻ്റെ സന്തതികളെ, പിന്നെ ദൈവം പ്രവർത്തിച്ചോളുമെന്ന്. ഗിവ് യുവർ ചിൽഡ്രൻ,
സറണ്ടർ ദം. 29 സങ്കീർത്തനം 29 അതാണ് എഴുതിയിരിക്കുന്നത്. 29 ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്ക്, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്ക്, യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് മഹത്വം കൊടുക്ക്, വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിക്ക്. യഹോവയുടെ ശബ്ദം വെള്ളത്തിൻ്റെ മേൽ മുഴങ്ങുന്നു. പിന്നെ ദൈവമാണ് ഗർജിക്കുന്നത്. ആ ദൈവം നമ്മുടെ കൂടെ വന്ന് നിൽക്കുകയാണ്. ആ ദൈവം നമ്മളെ പരിപാലിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ആദ്യജാതനായിട്ട് തൻ്റെ സ്വന്തം പുത്രൻ, തൻ്റെ ബോസത്തിൽ നിന്ന്, തൻ്റെ നെഞ്ചിൽ നിന്ന് വന്ന പുത്രൻ ആദിജാതനാണ്. അത് ഉലകസ്ഥാപനത്തിന് മുൻപേ ഭൂമിയും ഭൂതലവും സകലതും സൃഷ്ടിച്ചപ്പോഴേ ദൈവത്തിൻ്റെ കൂടെ. എന്നാൽ മനുഷ്യരായ ഞങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് ക്രൂശിന്മേൽ ക്രൂശിന്മേൽ മരണമേറ്റെടുത്ത് എൻ്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ച് ആദ്യമായിട്ട് പിതാവിൻ്റെ മുമ്പിൽ മനുഷ്യന് വേണ്ടി സ്വന്തം പുത്രൻ അവിടെ കയറി ചെന്നു. പുത്രൻ്റെ രക്തം കണ്ടപ്പോൾ പിതാവിന് സന്തോഷമായി. ആ രക്തം കൊണ്ടാണ് ഞങ്ങളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിച്ചത്. അതുകൊണ്ട് യേശു കടന്നു ചെന്നപ്പം അനേക മക്കളെ കൂടെ കൊണ്ടാണ് അവിടെ ചെന്നത്. അവരിലെല്ലാം ആദ്യജാതനായിട്ട് യേശു നിൽക്കുമ്പോൾ ഞങ്ങൾ സഹോദരി സഹോദരന്മാരെ, അതെ, എനിക്കൊരു സഹോദരനുണ്ട്, ഒരു നല്ല സഹോദരൻ എനിക്ക് സ്വർഗത്തിലുണ്ട്. ഇപ്പോൾ എൻ്റെ ദൈവം, തൻ്റെ പുത്രനായ യേശു എൻ്റെ രക്ഷിതാവാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, എന്നെ പരിപാലിക്കുന്നവനാണ്, എൻ്റെ ഇടയനാണ്, എൻ്റെ കർത്താവാണ്, എൻ്റെ സഹോദരനാണ്. അതിൽ കൂടിയ ഭാഗ്യം. രാജാതിരാജൻ കർത്താതി കർത്താവും സകല മുഴങ്കാലം അവൻ്റെ മുമ്പിൽ മടങ്ങുമെന്ന് വേദപുസ്തകം പറയുന്നുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു. യഹൂദായി എഴുന്നള്ളുന്നു, യഹോവായി എഴുന്നള്ളിയിരിക്കുന്നു, ശത്രുക്കൾ ചിതറുന്നു. യഹൂദയുടെ ഗർജം സിംഹത്തിൻ്റെ ഗർജമാണ്. ആ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു. ജയത്തിൻ്റെ കൊടിയേർത്തി ജയം തന്നതിന്, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷിച്ചതിന് നന്ദി പറയുന്നു. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.